രാഹുൽ ഗാന്ധി വയനാട്ടിൽ CPIക്കെതിരെ ഇത്തവണയും മത്സരിക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ്. രാഹുലിന്റെ സഹോദരിയും കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ഒരു സുരക്ഷിത മണ്ഡലം തേടി, തൻ്റെ കന്നി അംഗത്തിലെ സുരക്ഷിത മണ്ഡലം തേടി ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അതായത് രാഹുലിന് പിന്നാലെ പ്രിയങ്കയും കേരളത്തിലേക്ക് തന്നെ എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി തൻ്റെ അമേഠി എന്ന സിറ്റിംഗ് മണ്ഡലത്തിൽ പരാജയം ഉറപ്പിച്ച ഘട്ടത്തിലാണ് അവിടെ നിന്ന് വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിലും അമേഠിയിലും ഒരേ സമയം 2019 മത്സരിച്ചുവെങ്കിലും അമേഠിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ അമേഠി, റായ്ബറേലി, ഇപ്പോൾ സോണിയാഗാന്ധി MP ആയിരിക്കുന്ന റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളും ഉത്തർപ്രദേശ് മൊത്തത്തിലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും മത്സരിച്ച് വിജയിച്ചിരുന്നത് ഇതേ ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു. പക്ഷേ ആ കാലമൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ BJPയുടെ ഏറ്റവും വലിയ കുത്തക സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ മുന്നോട്ട് വച്ചതുപോലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നും അവരുടെ കന്നി അംഗത്തിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ ഒരു ഉറച്ച സംസ്ഥാനത്തിലെ ഉറച്ച സീറ്റിലേക്ക് അവരെ കൊണ്ടുവരണമെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതായത് ഏറ്റവും ഉറപ്പുള്ള കോൺഗ്രസിനെ മത്സരിച്ച് വിജയിപ്പിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുള്ള ഏക സംസ്ഥാനം ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ പോലും അത് കേരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അവസ്ഥ നമ്മൾ വിചാരിക്കുന്നത്ര സുരക്ഷിതമല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തേത് തെലങ്കാനയാണ്. ഇത്തവണ തെലങ്കാനയിൽ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചു. തെലങ്കാന രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് BRS അല്ലാതെ ഒരു പാർട്ടി തെലങ്കാന ഭരിക്കുന്നത്. പക്ഷേ അവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം ആവർത്തിക്കാനാകുമെന്നൊരു ഉറപ്പ് കോൺഗ്രസിനില്ല. കാരണം കോൺഗ്രസിന്റെ അവിടുത്തെ അടിത്തറ ശക്തമല്ല. ഇനി ആന്ധ്രാപ്രദേശിലേക്ക് എത്തുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് കാര്യമായ ഒരു സ്വാധീനവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ കോൺഗ്രസിന് അവിടെ ഒരു സ്വാധീനവും ആന്ധ്രാപ്രദേശ് വിഭജിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിലേറാനായി എങ്കിലും JDS BJPയുമായി ചേർന്നതോടെ അവിടെ കോൺഗ്രസിന്റെ നില പരുങ്ങലാണ്. അത് മാത്രമല്ല, കർണാടകയിൽ 2009 മുതൽ കോൺഗ്രസ് ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 അക്കം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, 2019 JDSുമായി, ഇപ്പോൾ BJPയുമായി സഖ്യം ചേർന്ന JDSുമായി സഖ്യത്തിൽ മത്സരിച്ചിട്ട് പോലും അവർക്ക് ലഭിച്ചത് ഒരേ ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള, അവരുടെ സഖ്യകക്ഷികൾ ശക്തരായുള്ള, അവരുടെ മുന്നണി സംവിധാനം ഏറ്റവും സുശക്തമായുള്ള സംസ്ഥാനം കേരളമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിൻ്റെ ഒരു ഓളവും അതിൻ്റെ തരംഗവുമൊക്കെയാണ് യഥാർത്ഥത്തിൽ 19 സീറ്റ്, 20ൽ 19 ലോക്സഭാ സീറ്റും വിജയിച്ച് കയറാൻ കോൺഗ്രസിനെ സഹായിച്ചത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. പ്രിയങ്ക ഗാന്ധി കൂടി ഇനി കേരളത്തിൽ എത്തിയാലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. 2 കാരണങ്ങൾ. ഒന്ന്, കോൺഗ്രസ് MPമാരുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. എടുത്തു പറയേണ്ടത് വടകര, മാവേലിക്കര, ആലത്തൂര് പോലെയുള്ള മണ്ഡലങ്ങളിലെ ലോക്സഭ MPമാരുടെ പ്രകടനം, കോൺഗ്രസിന്റെ MPമാരുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെടെ സമസ്തയും മുസ്ലിം ലീഗും ഉൾപ്പെടെ കോൺഗ്രസിന് വിരുദ്ധമായൊരു നിലപാടാണ് സ്വീകരിച്ചു നിൽക്കുന്നത്. സമസ്ത ഈ വിഷയത്തിൽ എടുത്ത നിലപാടെന്ന് പറയുന്നത് സീതാറാം യെച്ചൂരി, CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി പ്രതിഷ്ഠാ ചടങ്ങിന്റെ ക്ഷണം നിരസിക്കാൻ കാണിച്ച ആർജവം കോൺഗ്രസും സോണിയാഗാന്ധിയും കാണിക്കണമെന്നാണ്. ആ ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തിയാൽ എന്തെങ്കിലും മഹാത്ഭുതങ്ങൾ സംഭവിച്ച് 19 സീറ്റ് കഴിഞ്ഞ തവണ നേടിയത് 20 ആക്കാമെന്നൊക്കെ കോൺഗ്രസിലെ ചിലർ സ്വപ്നം കാണുന്നുണ്ടെങ്കിലും അതത്ര പ്രാവർത്തികമല്ല.
പ്രിയങ്ക ഗാന്ധി കൂടി കേരളത്തിലേക്ക് എത്തിയാൽ ഒരു കാര്യം ഉറപ്പാണ്, ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തകർന്നടിയും. എന്തായാലും പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കോൺഗ്രസ്, ഗാന്ധി കുടുംബം ഒന്നടങ്കം കേരളത്തിലേക്ക് ചേക്കേറാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ്.